ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. ഞാൻ നോർമലി വീട്ടിൽ ഇതുപോലെയാണ് പൊറോട്ട തയ്യാറാക്കാറ്. നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്നും തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ രുചിയിൽ അല്ലെങ്കിൽ അതിനെക്കാട്ടിയും നല്ല ടേസ്റ്റായിട്ട് നമുക്ക് പൊറോട്ട ഒത്തിരി ക്ഷമയും ഒത്തിരി സമയം കൊടുത്താൽ നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ലെയറൊക്കെ ആയിട്ട് നല്ല യമ്മി പൊറോട്ട എങ്ങനെ നമുക്ക് തയ്യാറാക്കാം എന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് ഞാൻ ഇവിടെ 3 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മാവിൻ്റെ നടുഭാഗത്ത് ഒരു കുഴി ഉണ്ടാക്കി അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം 2 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണം. ഉപ്പിൻ്റെ അളവ് ഞാൻ കറക്റ്റ് പറയുന്നില്ല. പഞ്ചസാരയും ഉപ്പും കൂടി നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ട് നലിയിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ആ മാവിൽ ആ തരിതരിപ്പ് കാണും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ശേഷം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് വേണം അത് കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമ്മൾ ചേർക്കാൻ പോണത് വനസ്പതിയാണ്, ഡാൽഡ കമ്പനിയുടെ. ഇത് 100 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. ഇതിൽ നിന്ന് ഒരു 1/4 ഭാഗത്തോളം ഡാൽഡ നമുക്കിതിലേക്ക് കട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കണം. ബാക്കി 1/4 ഭാഗം നമുക്ക് ലാസ്റ്റ് ഇതൊന്ന് പൊള്ളിച്ചെടുക്കുന്ന സമയത്ത് ആവശ്യമുണ്ട്. അതൊന്ന് സൂക്ഷിച്ച് വെക്കണം. ഇനി നമുക്ക് സ്പൂണിട്ട് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് മിക്സാക്കി കൊടുക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി കുഴയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കുറച്ചുകൂടി ചേർത്ത് കൊടുക്കണം. വീണ്ടും നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു ചപ്പാത്തിനെ കാട്ടിയും കുറച്ചുകൂടി ലൂസായിട്ട് വേണം അത് കുഴയ്ക്കാനായിട്ട്. അതിനുശേഷം ഒരു 10 മിനിറ്റ്, കുറഞ്ഞതൊരു 10 മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഒന്ന് കൈ മാറ്റാതെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഈ കുഴയ്ക്കുന്നതിലാണ് പൊറോട്ട എത്രത്തോളം സോഫ്റ്റ് ആവുന്നുള്ളതും ഹാർഡ് ആവുന്നുള്ളതും ഇരിക്കുന്നത്. അപ്പോൾ അത്രയും നന്നായിട്ട് ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് നന്നായിട്ടൊന്ന് നീ ചെയ്തെടുത്തതിന് ശേഷം ഒരു നനവുള്ള തുണി കൊണ്ടൊന്ന് 1.5 മണിക്കൂറത്തേക്കൊന്ന് മൂടി വയ്ക്കണം. ഇവിടെ ഇപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മൂടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ്. ഇനി നമുക്ക് മാവ് കട്ട് ചെയ്തെടുക്കാം. വലിയ ബോൾസ് വേണം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്താണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൾസ് ആക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 കപ്പ് മാവാണല്ലോ എടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് ഒരു 5 പൊറോട്ട വരെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അത് ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ബോൾസാക്കി ഒന്ന് മാറ്റി വയ്ക്കണം. ആദ്യം എടുത്ത ബോളും അവസാനം എടുത്ത ബോളും ചെറുതായതുകൊണ്ട് അത് രണ്ടും കൂടി ഒരുമിച്ചിട്ട് ഞാനത് ഒരു ബോളാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബോൾസാക്കി വെച്ചിട്ടുള്ള മാവിൻ്റെ പുറത്തേക്ക് കുറച്ച് എണ്ണ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. എല്ലാ ബോൾസിലും നന്നായിട്ട് എല്ലാ ഭാഗത്തും എണ്ണ ഗ്രീസ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ മാവ് ഒന്ന് മറിച്ചിട്ടിട്ടും അതിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ തന്നെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. ഗ്രീസ് ചെയ്ത ശേഷം 1.5 മണിക്കൂർ നമുക്കിത് മാതിരി ഒരു ടവലിട്ട് മൂടി ഒന്നും കൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് ഒന്നുകൂടി ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയാണ് ശരിക്കും നമുക്ക് ആ പ്രോസസ്സിലേക്ക് കടക്കാനുള്ളത്. ആദ്യം ഒരു ബോൾ എടുക്കണം. അതിന് മുകളിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഇതേ കാണുന്ന മാതിരി കൈ കൊണ്ടൊന്ന് വലിച്ച് ഇട്ട് കൊടുക്കണം. എല്ലാ ഭാഗത്തും റൗണ്ട് ചെയ്ത് കൈ കൊണ്ട് വലിച്ചിട്ടതിന് ശേഷം ആ കട്ടിംഗ് ബോർഡിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് വലിച്ച് കട്ടിംഗ് ബോർഡിൻ്റെ അതേ വലിപ്പത്തിൽ തന്നെ വലിച്ചു കൊടുക്കണം. കൗണ്ടർ ടോപ്പിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി വലിപ്പത്തിൽ നമുക്കിത് കിട്ടും. ഇതിപ്പോൾ ഇത്ര സ്പേസേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ചെയ്യാനുള്ളത് ഇതുപോലെ ഒന്ന് എല്ലാം കൂടി ഒന്ന് വലിച്ച് എടുക്കണം. ഒരു നീളത്തിനായിട്ട് എടുക്കണം. ശേഷം കൈകൊണ്ട് ഇതുപോലെ ഈ കാണുന്ന മാതിരി ഒന്ന്
റൗണ്ട് ചെയ്ത് ഒരു ഫ്ലവർ മാതിരി എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് നല്ലൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് എല്ലാ മാവും ഈ പറഞ്ഞ സെയിം പ്രോസസ്സിലൊന്ന് ചെയ്തെടുക്കണം. ഇത് നടുവിൽ പൊട്ടിപ്പോയാലൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട, അതൊന്നും പ്രശ്നമല്ല. പക്ഷെ വീശുന്ന സമയത്ത് പൊട്ടിപ്പോയാലൊക്കെ ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോയാലും വേറെ പ്രശ്നമൊന്നും വരാനില്ല. ശേഷം നമ്മൾ നേരത്തെ കണ്ട മാതിരി ഒരു സൈഡിൽ നിന്ന് വലിച്ചെടുത്തിട്ട് കൈ കൊണ്ടൊന്ന് ചുഴറ്റി നേരത്തെ കണ്ട മാതിരി ഒരു ഫ്ലവർ ഷേപ്പിലാക്കണം. അതുപോലെ എല്ലാ മാവും നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ ബോൾസും ഇങ്ങനെയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുഴറ്റിയെടുത്ത മാവ് എടുത്തിട്ട് അതിൽ 1 സ്പൂൺ എണ്ണ വീണ്ടും ഒഴിക്കണം. അതിനുശേഷം ചപ്പാത്തി മാവൊക്കെ പരത്തുന്ന മാതിരി ഒരു ചപ്പാത്തി സ്റ്റിക്ക് കൊണ്ട് ഇതുപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കണം. എല്ലാ മാവും നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. അതിനുശേഷം ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ആക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള ഡാൽഡ ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കണം. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ പൊള്ളിക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാനായിട്ടാണ്. ആ പൊറോട്ടയുടെയൊക്കെ മുകളിൽ ഒരുപോലെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാനായിട്ടാണ്. പാൻ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കണം. ശേഷം നമ്മൾ നേരത്തെ പരത്തി വെച്ചിട്ടുള്ള പൊറോട്ടയുടെ മാവ് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. പൊള്ളിച്ചെടുക്കുന്ന സമയത്ത് തിരിച്ചും മറിച്ചും ഇട്ട് പൊള്ളിച്ചെടുക്കണം. കാരണം ഒരു വശം തന്നെ ഒരുപാട് നേരം നമ്മൾ പൊള്ളിക്കുകയാണെങ്കിൽ അത് ഒരുപാട് കട്ടിയായി പോവും. പിന്നെ ആ സോഫ്റ്റ്നെസ് ഒക്കെ ഒന്ന് മാറും. ഇങ്ങനെ തിരിച്ചിട്ട ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഡാൽഡയുടെ മിക്സ് ഇതിൻ്റെ പുറത്തേക്കൊന്ന് തടവി കൊടുക്കണം. അതുപോലെ തന്നെ മറിച്ചും ഇട്ട് ഡാൽഡ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് പൊറോട്ട പൊള്ളിയിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റാം. ശേഷം അടുത്ത പൊറോട്ടയുടെ മാവും കൂടി ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കണം. വളരെ സമയമെടുത്ത് പ്രസ് ചെയ്ത് തന്നെ കുക്ക് ചെയ്യണം. എന്നാലേ അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുള്ളൂ. ഇതും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ പൊറോട്ടയൊക്കെ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തട്ടി കൊടുക്കണം. ചൂടോടെ തന്നെ തട്ടി കൊടുക്കണം. എന്നാലേ നമുക്ക് ആ കറക്റ്റ് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മാതിരി നല്ല കറക്റ്റായിട്ട് പൊറോട്ട കിട്ടുള്ളൂ. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ലെയറൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ ടേസ്റ്റിയാണ് ഇത്. ഇതാ ഇപ്പോൾ ഇവിടെ നല്ല ലെയറൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയിൽ നമ്മുടെ പൊറോട്ട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഉറപ്പായിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരേക്കും താങ്ക് യു.